നമ്മുടെ നാടിൻ്റെ ഭാഗമായി ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകളെ സഹായിക്കുന്ന ഒന്നാണ് സഹകരണ മേഖല. അതിൻ്റെ ഭാഗമായാണ് എഴുമറ്റൂർ സർവീസ് സഹകരണ ബാങ്കും ഇതേ രീതിയിൽ പ്രവർത്തിച്ചുയർന്നിട്ടുള്ളത്. ഈ ബാങ്കിൻ്റെ ചരിത്രം പറയുമ്പോൾ നേരത്തെ പരാമർശിച്ചൊരു കാര്യം, ഒരു ഘട്ടം എത്തിയപ്പോൾ വല്ലാതെ പുറകോട്ട് പോയിരുന്നു എന്നാണ്. പക്ഷെ അത് കരകയറാൻ കഴിഞ്ഞു. കരകയറിയതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നല്ല മുന്നേറ്റമാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയായ പാതയിൽ സഞ്ചരിക്കുന്നതിന് തെളിവാണ്. അത് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയണം. ഇപ്പോൾ സഹകരണ മേഖലയിൽ നമ്മുടെ ക്രെഡിറ്റ് മേഖല പ്രധാനമായും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, അതിൻ്റെ ഭാഗമായുള്ള വായ്പകൾ നൽകുന്നു. ഇവിടെ ഒരു പുതിയ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു സംസ്ഥാന വിഷയമാണ്. അതിലൊരു തർക്കം ഉയർന്നു വന്നിരുന്ന ഒരു ഘട്ടത്തിൽ 2021 അർത്ഥശങ്കക്കിടയില്ലാതെ സുപ്രീം കോടതി വ്യക്തമാക്കി, സഹകരണ മേഖല പൂർണ്ണമായും സംസ്ഥാന വിഷയമാണ്. അപ്പോൾ അതോടെ ആ വിഷയത്തിന് പരിഹാരമായി. പക്ഷേ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അത് രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമമാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലടക്കം പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ എല്ലാ സഹകരണ തത്വങ്ങളും മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ നിക്ഷേപം സ്വീകരിക്കുമ്പോൾ സാധാരണ നിലയിലുള്ള പലിശയല്ല, മോഹപ്പലിശ കൊടുക്കുകയാണ്. കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്യുകയാണ്. നിക്ഷേപിച്ചവർ പിന്നെ അനുഭവിക്കുന്ന കാര്യം നിക്ഷേപത്തുകയടക്കം നഷ്ടപ്പെടുന്നു എന്ന നിലയാണ്. ഈ കാര്യത്തിൽ കേരളത്തിലെ സഹകരണ വകുപ്പിനോ ഗവൺമെൻറ്റിനോ ഒന്നും ചെയ്യാനാവില്ല. കാരണം അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണ്. ഫലത്തിൽ ഇതുണ്ടാക്കുന്നത് സഹകരണ മേഖലയിലെ അരാജകത്വമാണ്. എന്നാൽ അതിനപ്പുറം കേരളത്തിലത് പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് കേരളത്തിലെ സഹകരണ മേഖല നേടിയിട്ടുള്ള വിശ്വാസം തകർക്കുന്നു എന്നുള്ളതാണ്. കാരണം ആൾക്ക് ഇത്തരം വ്യത്യാസങ്ങളൊന്നും ചിലപ്പോൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് എന്ന് വരില്ല. സഹകരണ സ്ഥാപനത്തെ നിക്ഷേപിച്ചു, നഷ്ടപ്പെട്ടു എന്നാണ് ചിലർ കാണുക. യഥാർത്ഥത്തിൽ സംസ്ഥാന നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെല്ലാം ക്രമമായി പ്രവർത്തിച്ചു പോവുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ നില ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത് തിരുത്തുന്നതിനാവശ്യമായ സഹകരണ മേഖലയുടെ ഭദ്രത, വിശ്വാസ്യത സംരക്ഷിക്കുന്നതിനാവശ്യമായ
നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുമുണ്ട്. എഴുമറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് തങ്ങളുടെ സേവനം നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.